ஆரம்பிக்கலாங்களா? സബ്സ്ക്രൈബ് ചെയ്താൽ മോൻ ചത്തൊന്നും പോലല്ലോ. പിസ്സ ഉണ്ടോ? പിസ്സ ചപ്പാത്തി പൊറോട്ട ബർഗർ എനിക്ക് പിസ്സ വേണമല്ലോ. ചേട്ടാ ഒരു പിസ്സ ഉണ്ടാക്കിത്താ ചേട്ടാ. അല്ല ഒരെണ്ണം ഉണ്ടാക്കിത്താ. അവര് എനിക്കൊരു പിസ്സ ഉണ്ടാക്കി തരുമോ? ഒരു പിസ്സ ഉണ്ടാക്കി ഏത്? അല്ല എനിക്കൊരു പിസ്സ വേണം, അല്ലെങ്കിൽ ബർഗർ ആയാലും മതി. ചേട്ടാ അതെന്താ ഇല്ലാത്ത എന്താ? അതെന്താ ഇല്ലാത്ത എന്താ? അല്ല നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കാമല്ലോ. അതറിയാം, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമല്ലോ എനിക്ക്. ഞാൻ പൈസ തരാം ചേട്ടാ. എനിക്ക് വിശന്നിട്ടാ ചോദിക്കുന്നത്. അല്ല എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി. എനിക്ക് വേണം, പിസ്സ വേണം. എനിക്കൊരു പിസ്സ ഉണ്ടാക്കി തന്നാൽ മതി, ബർഗർ ആയാലും മതി. നിങ്ങൾ ഉണ്ടാക്കി താ. നിങ്ങൾ പിന്നെ കട വെച്ചിട്ട് അല്ല, നിങ്ങൾ കട വെച്ചിട്ടിരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നൂടെ ചേട്ടാ? നിങ്ങളൊരു കുക്കല്ലേ, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നൂടെ? ഞാൻ പൊറോട്ടയൊന്നും കഴിക്കില്ല. അല്ല ദോശയും കഴിക്കില്ല, എനിക്ക് ബർഗർ വേണം, അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ പിസ്സ വേണം. ചേട്ടൻ കുക്കല്ലേ, ഒന്ന് ഉണ്ടാക്കി തരാൻ പറ. നീ ആരാ? നീ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ കടയിലല്ലേ ചോദിക്കുന്നത്. ചേട്ടനോട് പറ, ഒന്നും ഉണ്ടാക്കി തരാം. ചേട്ടാ ഞാൻ വിശന്നിട്ടാ വന്നത്. ചേട്ടൻ്റെ കടയിലോട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് കടയിൽ വരുന്ന കസ്റ്റമർ ആക്ഷേപിച്ചു വിടുവാണോ? ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ പുള്ളിയോട് പറ, ഒരെണ്ണം ഉണ്ടാക്കാൻ പറ. അല്ല ചേട്ടാ, എനിക്ക് ബണ്ണ് വെച്ചിട്ട് ഒരു മുട്ട വെച്ചിട്ട് ബണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ വിശന്ന് വരുന്നവർക്ക് ഒരു ഫുഡ് കൊടുക്കില്ല അല്ലേ? എന്താ ഓംപ്ലേറ്റ് വേണ്ട, എനിക്ക് ബർഗർ. അല്ല എനിക്ക് ഒരു ഇത് തന്നാൽ മതി. എനിക്ക് ബർഗർ തരുന്നത്. ബർഗർ തരുന്നില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ. മോളെ ഇവൻ എന്നെ ചീത്ത പറയുന്നു. ഇവൻ എന്നോട് പറയുന്നു ബർഗർ വാങ്ങിക്കാൻ വന്നിട്ട് ഇവൻ എന്നെ ചീത്ത പറയുന്നു. ഇവൻ എന്തൊക്കെയോ പറഞ്ഞില്ല. ഇവരെനിക്ക് വിശന്നു പോയിട്ട് ആ കുക്ക് ഉണ്ടല്ലോ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ വേണ്ടാന്ന് പറയുന്നത്. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബണ്ണിനകത്ത് മുട്ട വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് തരുന്നില്ല. എനിക്ക് വയ്യാഴികയൊന്നും ഇല്ല, എനിക്കൊന്നും വയ്യാഴികയില്ല. മോളെന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പൊ അവര് തരത്തില്ല. എനിക്ക് വയ്യാഴിക ഉണ്ടോ? അപ്പോൾ എനിക്ക് ആ ചേട്ടനോട് ഒരു ബണ്ണ് കൊണ്ട് ഒരു ബണ്ണിനകത്ത് മുട്ട വെച്ച് തരാമെന്നാണ്. അതെ ആള് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വൈലന്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അഡ്ജസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. കാര്യമില്ലേ, ആള് നല്ല കാശുകാരിയാണ്. ആള് എന്ത് പറഞ്ഞാലും ആള് ചെയ്ത് ഓക്കെ ആക്കി തരും.
വിഷമിക്കണ്ട കേട്ടോ. കേട്ടോ വിഷമിക്കണ്ട. ഇവനെ പോലീസിനെ വിളിച്ചിട്ട് കൊടുക്കണം. എന്റെ ചേച്ചിനെ ചീത്ത പറയരുത് കേട്ടോ. പോലീസിനെ വിളിച്ചിട്ട് കൊടുക്കണം. ഇവനൊരു കോടി കൊടുക്ക്. കൊടുക്കാം. പിന്നെ ഇവർക്ക് ബർഗർ കട കെട്ടാൻ ഇത് സ്ഥലം മുഴുവൻ എഴുതി കൊടുക്കും. ചേട്ടാ അതെ ഈ ഗ്രൗണ്ട് ഫുള്ള് ചേട്ടൻ എടുത്തോണേ. പിന്നെ ഞാൻ ഒരു 5 കോടി കൊടുത്ത. നെക്സ്റ്റ് ഞാൻ വരുമ്പോൾ ഇവർ അവിടെ എല്ലാം ബർഗർ പിസ്സ എല്ലാം ഉണ്ടാവും. എല്ലാം ചേട്ടാ ആള് പൈസ തരും. മോള് 1 കോടി അവർക്ക് കൊടുക്കും. പൈസ കൊടുക്കും. അവർക്ക് പാവങ്ങളാ. അവർക്കുണ്ടല്ലോ ഇത് ബർഗറിനുള്ള ഇത് വെക്കാൻ പറ്റുന്നില്ല. അവരിപ്പോ എനിക്ക് ഉണ്ടാക്കി തരുമോ? തരും. ചേട്ടന്റെ പേരെന്തോ? 1 കോടി അല്ല 5 കോടി കൊടുത്തരും മോളെ. 5 കോടി കൊടുത്തരും. ഇവൻ 1 കോടി കൊടുത്തരും. ഇനി ഈ കട കെട്ടിയാൽ ഈ കട ഇവിടെ കെട്ടി ഇവൻ ഉണ്ടാവരുത്. ഇവൻ മരരുത് ഇവിടെ. ഇവനെ ഇനി സാധനം കൊടുക്കരുത്. ഇവിടെ ഫുള്ള് ഇതാക്കണം. ഫുള്ള് മതിൽ കെട്ടിയിട്ട് അടച്ചിട്ട് ഇവനെ ഇവിടെ കയറ്റരുത് കേട്ടോ. അവൻ ചിരിക്കുന്നുണ്ടോ? അവൻ ചിരിക്കുന്നു. വെറുതെ കിടന്ന് ചിരിക്കുന്നു. അവൻ ഞാൻ വന്നപ്പോ തൊട്ട് എന്നെ കളിയാക്കുവാ. അല്ല അവൻ എന്നെ സ്നേഹത്തോടല്ല, അവൻ എന്നെ വന്നപ്പോ തൊട്ട് കളിയാക്കുവാ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും മോളെ ഞാനേ എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നതാ. അപ്പൊ ഇവൻ എന്നോട് പറയണ ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ വായി തോന്നൊക്കെ പറയുന്നു. കൊള്ളാമല്ലോ. നല്ല മണം വരുന്നുണ്ട് എനിക്ക് ബർഗർ. 5 കോടി കൊടുക്കും. 5 കോടി. ഇവിടെ ഫുള്ള് കാമ്പൗണ്ട് കെട്ടണം മോളെ. കാമ്പൗണ്ട് കെട്ടിയിട്ട് ഫുള്ള് ഇതാക്കും. അനിയൻ വന്നു. ഇവൻ വന്നപ്പോ തൊട്ട് എന്നെ കളിയാക്കുവോ? ഞാൻ പറഞ്ഞു കളിയാക്കും. വന്നപ്പോ തൊട്ട് അവൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഇവൻ എന്നെ ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോഴേ ഒരു ചേട്ടൻ പറഞ്ഞു ബർഗർ കിട്ടുമെന്നോ. അല്ല എനിക്ക് തന്നില്ല. പാർസൽ തരുമോ? പൈസ കൊടുത്തോ? ഇവർക്ക് പൈസ കൊടുത്തോ? ഇവിടെ വരുമ്പോ ഇവിടെ കാമ്പൗണ്ട് എല്ലാം ഫുൾ ഇവനെ കേട്ടുണ്ട്. ഇയാളെ ഇനി ഇവിടെ കേറ്റരുതേ. കാര്യം പറഞ്ഞേക്കാം. നമുക്ക് കുറച്ച് ഇരുന്നിട്ട് പോയാ മതിയോ? നമുക്ക് അപ്പുറത്തിരിക്കാം. അല്ല കുറച്ച് ചേട്ടാ നമുക്ക് കുറച്ച് എനിക്ക് പാസ്ത വാങ്ങിച്ചു. പാസ്ത വാങ്ങിച്ചു. 5 കോടി കൊടുത്തേരാം. 5 കോടി കൊടുത്തോ? 5 കോടി കൊടുത്തു. സാരമില്ല കോട്ടേട്ടോ. പിന്നെ അല്ല അവൻ എന്തൊക്കെ ഈ ചേട്ടൻ 5 കോടി കൊടുത്തേരും. 5 കോടി കൊടുത്തേരും. എഴുതി കൊടു മോളെ. പാവമായ ലോട്ടറി വിറ്റിട്ട് ജീവിക്കണം. എഴുതി കൊടുക്കും. 5 കോടി കൊടുക്കും മോളെ. ഇനി ഇവിടെ ഞാൻ നെക്സ്റ്റ് വരുമ്പോ എന്റെ മുഖത്ത് പതിച്ചാ മതി. 1 കോടി കൊടുത്തോ? അതല്ല ഈ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി കൊടുത്തോ? ഈ ചേട്ടന് 5 കോടി. ഈ ചേട്ടന് 5 കോടി കൊടുക്ക്. ഈ ചേട്ടന് 5 കോടി ചേട്ടാ ലോട്ടറി വിറ്റ് വെക്കണ്ട. 5 കോടി കൊണ്ടിട്ട് കൊടുത്തോ? ചേച്ചി തന്നെ കൊടുത്തു. ചേട്ടാ അവന് വെറുതെ വിടല്ലേ ചേട്ടാ.
ഒന്നും പറഞ്ഞിട്ടില്ല മാഡം, ഞാൻ ക്ഷമിക്കും നിങ്ങളോട്. നല്ലോണം നോക്കേണ്ടി ഇല്ല, അത് പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചു ഇല്ല പക്ഷെ അവന് ജീവിച്ചു പോട്ടെ. പക്ഷെ അവൻ ഞങ്ങളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ചെല്ലും, അയാൾക്ക് എന്തെങ്കിലും വേണേ കൊടുക്കാൻ നോക്കാം. ഞാൻ വർഷം കൊടുക്കാം. പുളിസൈ കൊടുക്കാവനെ ഞങ്ങളുടെ ഇതൊരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളുടെ ചൊറിയുടെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. സോറി ചേട്ടാ, സോറി കേട്ടോ. ഒരു ഹായ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ അതെ അതെ. ഞങ്ങളുടെ കൂട്ടത്തിലല്ല. സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ ചേട്ടാ. അപ്പൊ നമ്മുടെ ചൊറിയൻസിന് എല്ലാവരും ഒരു ഹായ് പറയണേ. ചൊറിയൻസിന് ഒരു ഹായ് പറയണേ എല്ലാവരും. ഒരു കൈ കാണിച്ചാൽ